ആരാ പൊന്ന? എൻ്റെ മോൻ എവിടെയോ ഒച്ച കേൾക്കുന്ന കേട്ടോ, ആരോ ഒച്ച വെക്കുന്ന കേട്ടിട്ടാണ് കേട്ടോ ഒച്ച എടുക്കുന്നേ. ഭയങ്കര ചൂട് ഫ്രണ്ട്സ്. എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഈ ചൂടത്ത് അടുക്കളയിൽ നിന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഒരു ചെറിയ വീഡിയോ ഇവനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരുത്തനെ ഗേറ്റിൻ്റെ അവിടെ നിർത്തിയിട്ട് അച്ഛൻ കടയ്ക്ക് പോയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ആ ഗേറ്റിൻ്റെ അവിടെ ചെന്നത് കണ്ടോ, ഒച്ചയെടുത്ത് സകല പേരെയും വിളിക്കുന്ന ഇത് കണ്ടില്ലേ? ആള് വില്ലനാട്ടോ. ഇത് കണ്ടില്ലേ? അച്ഛ എങ്ങോട്ട് പോയി? അച്ഛയാണ് ഈ വിളിക്കണ. അച്ഛ അച്ഛ അച്ഛ. അച്ഛ എങ്ങോട്ട് പോയി പൊന്ന? കടയ്ക്ക് പോയാ? അച്ഛ എങ്ങോട്ട് പോയി? അവൻ നോക്കുന്നു കേട്ടോ മുകളിൽ. ഞാൻ അച്ഛയെ വിളിച്ചേ. അച്ഛ അച്ഛ എന്നാണ് ഈ വിളിക്കുന്നത്. എവിടെ പോയി അച്ഛാന്ന്. ഇത് കണ്ടോ? എവിടെ പോയി അച്ഛ? കാത്തുകുത്തിയിരിക്കണം. അച്ഛ മോനെ ആക്കിയിട്ട് കടയ്ക്ക് പോയാ? അവിടെ ഇരുന്നോണ്ട് അച്ഛ എന്നാണ് ഈ വിളിക്കണേ. ഡാഡ എവിടെ പോയാ പൊന്നിനെ ഇട്ടിട്ട്? ആ തലയെല്ലാം കൂടെ എൻ്റെ പൊന്നു കഴുത്ത് വേദനിക്കില്ലേ? ആ തലയെല്ലാം കൂടെ പുറത്തേക്കിട്ട് ഭൗ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛയെ വിളിക്കുന്നതാണ്. അച്ഛ എവിടെ പോയി? കടയ്ക്ക് പോയോ എന്ന് ചോദിക്കണം. ഇങ്ങോട്ട് വായച്ച, എന്നെ നിർത്തിയിട്ട് പോയില്ലേ? പോയാ അച്ഛ? മോനെ ആക്കിയിട്ട് പോയാ? മോനെ ആക്കിയിട്ട് പോയാ അച്ഛ? ചേട്ടാ കൊച്ചിനെ ആക്കിയിട്ട് പോയാ നിങ്ങൾ? എത്ര പ്രാവശ്യം ഈ കൊച്ചു ഡാഡാ വിളിക്കുന്നത്? എന്നെ ആക്കിയിട്ട് പോയാ? എന്താ അച്ഛ ഇങ്ങനെ കാണിക്കുന്നത്? എന്താ ഇങ്ങനെ കാണിക്കുന്നത്? അപ്പം ആരെയോ കൂടെ പോകുന്നു. കണ്ടോ? എല്ലാവർക്കും പ്രിയമന കഴുത്ത് അവിടെ കാണിക്കരുത്. അവിടെ കാണിക്കുന്നത് കേക്ക്. അങ്കിള് നല്ല എണ്ണോ ഹലായിച്ചു ജീഷ്കർ. അങ്കിൾ ഹലായിച്ചു അങ്കിൾ. വാ അങ്കിള് പോയി വാ. എന്താ വെച്ചാൽ ഇങ്ങനെ എന്നെ ആക്കിയിട്ട് പോയേ? ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ. എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ, പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കുഞ്ഞു കിളികൾ വരും. ആ കിളികൾക്ക് വെള്ളം കൊടുക്കാനാണ്. ഇത് കണ്ടോ, കുഞ്ഞു കിളികൾ വരൂലേ, പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ? ഇങ്ങനെ നടക്കുന്ന വെയിൽ ഉദിച്ചു തുടങ്ങി കേട്ടോ. എൻ്റെ മോൻ ഇവരൊക്കെ പോയി കേട്ടോ. ജനൽ പോയതല്ല, ഇവർ നാട്ടിൽ പോയെന്ന് തോന്നുന്നു ഹോളിയുടെ ഇതിനു വേണ്ടി. അപ്പോൾ ജനൽ പൂട്ടിയിരിക്കുന്നുള്ളതുകൊണ്ട് അവനൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നടന്നു. ഇവിടെ വന്ന് എത്തി നോക്കിയിട്ട് നടന്നു കേട്ടോ. പാവം. ബുള്ളറ്റൊക്കെ നാട്ടിൽ പോയാ? അപ്പൂപ്പന്മാർ പോയി ഹോളി കളിക്കാൻ പോയി. ഒരു ഹോളിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഇത്തിരി താമസിച്ചൊക്കെ ആയിരിക്കും. അച്ഛയെ വിളിച്ച് നമുക്ക് കിളികൾക്ക് അരി വെച്ച് കൊടുക്കണ്ടേ? അരി കൊടുക്കാം. അതേ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്, അതിന് അരി കൊടുക്കാം. ഒരുത്തനുണ്ടല്ലോ ആ തണുത്ത ചൂട് ഭയങ്കരമാണ് കേട്ടോ. അവനെ ഇച്ചിരി തണുപ്പുള്ളതുകൊണ്ട് ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നുള്ളതുകൊണ്ട് കിടക്കുന്നു അവിടെ. ഞാൻ വെള്ളം ഒഴിച്ച് തീരുന്നവരെ അവിടെ നിന്നോളും കേട്ടോ. എന്നാ പിടിച്ചോ, ജമ്പ് ചെയ്തേ പോന്നെ. ജമ്പ് ചെയ്തേ. ബോള് കളിയാണ് കേട്ടോ. അവൻ്റെ വലിയ ബോൾ ഇവിടെ ഇരിപ്പുണ്ട്. അതേ വലിയ ബോൾ കളിക്കണോ ചെറിയ ബോൾ കളിക്കുന്നോന്ന്? അപ്പോൾ ചെറിയ ബോളാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. വായുടെ തക്കരുത് പൊന്നാ. തട്ട് കൈ കൊണ്ട് തട്ടി ബോള് കൈ കൊണ്ട് തട്ടിയ പൊന്നാ. തട്ട്. ഇനി വായ കഴുകണം. ഈ ചീത്ത അച്ചോ ബോൾ കളി കണ്ടോ ഇവൻ്റെ ബോൾ കളി. ആ വലിയ ബോൾ വേണ്ട, അവന് ചുവന്ന കളറ് കണ്ടോണ്ട് ആ ബോൾ മതി കേട്ടോ. ഇത് കണ്ടോ, ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നാണേ. വെയിൽ വന്നു കഴിഞ്ഞാൽ പറ്റത്തില്ല. ചാടലേ കച്ചത്. ബോളിന് വേണ്ടിയുള്ള പിടുത്തോ കണ്ടില്ലേ? പിന്നെ ആള് ഭയങ്കരമാണ് കേട്ടോ. എടുത്തോണ്ട് വാ. തട്ട് കൈ കൊണ്ട് കൈ കൊണ്ട് തട്ടി. ബാസ് കൈ കൊണ്ട് തട്ടടാ.
കഴുകിക്കൊണ്ടുവന്ന ബോളാണ്. മമ്മി തട്ടിക്കൊടുക്കണം, എന്നാലേ അവൻ കളിക്കുള്ളൂ. ആ എടുക്ക്, ബോളെടുത്തേ, എടുക്ക് പോന്നാ. എന്നാ 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 എടുത്തോ. എന്നാ എത്തൂലേ പോന്നേനെ, ജമ്പ് ചെയ്ത് എന്നാ എടുക്ക്. ഇനി കൈയും കാലും വായും ഒക്കെ കഴുകണം ഇവനെ കൊണ്ടുപോയിട്ട്. ബോളൊക്കെ കടിച്ച് ബോളും കഴുകണം. ഭയങ്കര ബോൾ കടി കേട്ടോ. വലിയ ബോൾ വേണ്ടേ പൊന്നിന്, വലിയ ബോൾ വേണ്ടേ? വെയിൽ വന്നു തുടങ്ങി കേട്ടോ, പറ്റൂല ഇവിടെ നിൽക്കാൻ. ഓ എടുക്ക്, അത് കുഞ്ഞിൻ്റെ തന്നെ ബോളാണ് കേട്ടോ, എടുക്ക്. മതിയോ? ഇനി മമ്മി ബോൾ കഴുകിയിട്ട് വെക്കട്ടെ മമ്മി ബോൾ. മമ്മി കഴുകിയിട്ട് വെക്കാം നാളെ ചിക്കു. അപ്പുറത്ത് ബോൾ കണ്ട ഇവന് ഭയങ്കര ഭ്രാന്താണ് കേട്ടോ. കഴുകി വെക്കാം ഇത് കേട്ടോ. ഇനി മോൻ്റെ കൈയും കാലും വായൊക്കെ കഴുകണം. കഴുകി വെക്കാം കേട്ടോ. കഴുകുന്ന നോക്കുന്നതായിരുന്നു. കഴുകി വെക്കാം, നാളെ കളിക്കാം. ഉണങ്ങട്ടെ. വലിയ ബോൾ എൻ്റെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇന്ന് വലിയ ബോൾ കളിക്കേണ്ട മൈൻഡ് ഇല്ല അവന്. ഞാനൊന്ന് ഇവിടെ നിന്നു, അപ്പോൾ അവൻ ഇവിടെ വന്നിരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ഓ ഭയങ്കര ചൂട് ഫ്രണ്ട്സ്, കുളിർ എന്തോ പറയണ്ടേ, ഭയങ്കര വിയർപ്പ്. മാർച്ചിൽ ഇങ്ങനെയാണെങ്കിൽ മെയ് ജൂണൊക്കെ എങ്ങനെയാവുന്നതാണ്. പിന്നെ എന്നോടൊരു സബ്സ്ക്രൈബർ പുതിയതാണെന്ന് തോന്നുന്നു, ഞാനത് പേരെനിക്ക് അത്ര അധികം മനസ്സിലായില്ല, ഒരു ലേഡിയാണ്. എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ ഡോഗിനെ വളർത്തുന്നത് ഒരു അനാഥാലയത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തിക്കൂടെയെന്ന്. അപ്പോൾ ചിലവർക്ക് അറിഞ്ഞുകൂടായിരിക്കും, നമ്മൾ അനാഥാലയത്തിലുള്ള ഒരു കുഞ്ഞിനെ എടുക്കുമ്പോൾ അതിന് റൂൾ ഓഫ് റെഗുലേഷനും കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ട്, മനസ്സിലായോ? പിന്നെ ഡിസംബറിൽ എൻ്റെ വീഡിയോ നോക്കുമ്പോൾ ഞാനങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അനാഥാശ്രമത്തിൽ പോകുന്നവരും അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളത് വീഡിയോ എടുക്കാറില്ല കേട്ടോ, അങ്ങനെ പോകുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാറില്ല. പക്ഷേ ഡിസംബർ ക്രിസ്മസിൻ്റെ അന്ന് എൻ്റെ മകളുടെ ബർത്ത്ഡേ ആയിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത് മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ, അല്ലാതെ അവർ ഭക്ഷണം കഴിക്കുന്നോ അതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഡിസംബർ മാസത്തിലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അനാഥാശ്രമത്തിൽ പോകുന്നുണ്ടെന്നും അവിടെ കൊടുക്കുന്ന. ഞങ്ങൾക്ക് ഒരുപാടൊന്നും ഇല്ല, ഞങ്ങൾ സാധാരണക്കാരായിട്ടോ, ഒരുപാട് പൈസ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ ഉള്ള ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഞങ്ങൾ ഇവനെ നോക്കുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അനാഥാശ്രമത്തിൽ കൊടുക്കുന്നു, ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതൊന്നും എടുത്തിട്ട് വീഡിയോ എടുക്കാൻ താല്പര്യമില്ല, അതൊന്നും എടുക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ അന്ന് മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രം ഞാൻ ആ കേക്ക് കട്ട് ചെയ്യുന്നത് മാത്രം എടുത്തു എന്നേ ഉള്ളൂ. ബാക്കിയുള്ള ഞങ്ങൾ അവിടുത്തെ ആശ്രമത്തിലെ പിള്ളേരുടെ കൂടെ ഇരിക്കുന്നതും കഴിക്കുന്നതൊന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ, അത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെയിലുള്ള വരുമാനത്തിൻ്റെ ഞങ്ങളൊരു സാധാരണക്കാർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുട്ടി എടുത്ത് വളർത്തിയിടേന്ന് ചോദിക്കുന്നതിൻ്റെ മറുപടിയാണ് കേട്ടോ. ആർക്കും ഒന്നും നെഗറ്റീവായിട്ട് തോന്നരുത്. നമ്മളൊരു കുട്ടിയെ എടുത്ത് വളർത്തണമെങ്കിൽ, ഇപ്പോൾ എനിക്ക് 2 മക്കളുണ്ട്, പിന്നെ എല്ലാവരും എൻ്റെ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അവരെ ഒരു കുട്ടിയെ എടുത്ത് വളർത്തണമെങ്കിൽ നമുക്കതിൻ്റെ റൂൾ ഓഫ് റെഗുലേഷൻ, വെറുതെ നമ്മൾ ഭക്ഷണവും വസ്ത്രവും ഒന്നും അവർക്ക് കൊടുത്താൽ പോരാ. അതിൻ്റേതായ റൂൾ ഓഫ് റെഗുലേഷനുണ്ട്, പ്രൊസീജിയേഴ്സുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാതെ ഒരു കുട്ടിയെ നമുക്ക് ഗവൺമെൻറ് മുഖേന്തരം എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ, അതൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിഞ്ഞൂടെ. പിന്നെ ഇവനെ നോക്കുന്നതിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതി കേട്ടോ, ഇഷ്ടമില്ലാത്തവർ, എല്ലാവർക്കും പെറ്റിനെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കങ്ങ് ഒരുപാടൊന്നും ആവശ്യമുള്ളവർ, നമ്മളൊരു പാവം പിടിച്ച സാധാരണക്കാരായിട്ടോ. ഇപ്പോൾ താഴത്തെ വീട് തന്നെ ഞങ്ങൾ ലോൺ എടുത്തോ കടം മേടിച്ചോ ഒന്നും ഞങ്ങൾ വീട് ശരിയാക്കാറില്ല, ഒന്നുമില്ല. ഞങ്ങളുടെ വരുമാനത്തിലാണ് ഞങ്ങളിതെല്ലാം ചെയ്യുന്നത്. അതിപ്പോൾ ഞങ്ങൾക്കില്ലെങ്കിലും ഇവനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ ഉദാഹരണമാണ് താഴത്തെ വീട്. ഞങ്ങളിപ്പോൾ 4 കൊല്ലമായിട്ട് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഇരിക്കുന്ന താഴത്തെ ഫ്ലാറ്റ്. ഞങ്ങൾക്ക് അത് ലോൺ എടുത്ത് കടം മേടിച്ചു ആരെയൊന്നും മേടിക്കുന്ന ഇഷ്ടമല്ല. ഞങ്ങൾ അത് സമ്പാദിച്ച്, അത് നമ്മൾ പണിയെടുത്ത് സമ്പാദിച്ചിട്ട് ഉള്ളപ്പം ഞങ്ങളത് പണിയാന്നുള്ള രീതിയിലായിരുന്നു.
അപ്പോൾ ഈ അടുത്ത മാസം പണി ചെയ്യുന്നത് ഞങ്ങളത് സമ്പാദിച്ച് വെച്ചിട്ടുള്ള ഇതാണ്. താഴത്തെ വീട് പൊട്ടിപ്പൊളിഞ്ഞാൽ ഒരുപാട് കാശാവുന്ന. അപ്പോൾ അത് നമ്മൾക്കുള്ളപ്പോൾ നമ്മൾ വീട് പണിതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവത്തിൽ ഞാൻ ആൾക്കാരെ കാണിക്കാനോ മറ്റുള്ളവരെ ഫോളോ ചെയ്യാനോ ഇല്ലാത്ത കാശ് കടം മേടിക്കാനോ ലോൺ മേടിക്കുന്നോ ഒന്നും ആൾക്കാരല്ല കേട്ടോ. ഞങ്ങൾ ഉള്ളത് കൊണ്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ ഉള്ളത് സമ്പാദിക്കുക എന്നിട്ട് വീട് പണിയുക എന്നായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ സമ്പാദിച്ച് കുറച്ചങ്ങനെ വെച്ച് വീട് താഴെ ശരിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ ഉള്ള ആൾക്കാരോ വലിയ ആർഭാടമായിട്ട് ജീവിക്കുന്നവരോ ഒന്നുമല്ല, സാധാരണക്കാരാണ്. അപ്പോൾ അതിൽ ഇവനെയും ഞങ്ങൾ നോക്കുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അനാഥാശ്രമത്തിൽ എൻ്റെ മകൻ കൊടുക്കുന്നുണ്ട്. 2 സ്കൂളുകളിലായിട്ട് എൻ്റെ മകൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പബ്ലിക്കായിട്ട് വന്ന് പറയണമെന്നില്ല. പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് അനാഥാശ്രമത്തിൽ പോകും. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. എൻ്റെ മോളുടെ ക്രിസ്മസിനന്ന് അവരായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ എൻ്റെ മകനെന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള എന്നെയും എല്ലാം കൊടുക്കുന്നതായിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യുന്ന ചിലവിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഇതെല്ലാം കഴിച്ചു കൂട്ടുന്നത്. പിന്നെ നമുക്ക് ആൾക്കാരെ ബോധിപ്പിക്കാനൊന്നും അതൊന്നും വീഡിയോയിൽ എടുക്കണമെന്നില്ല. അതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല. അത് മോശമല്ലേ? നമ്മൾ കൊടുക്കുന്ന കാര്യം മറ്റൊരാൾ ചെവി കൊണ്ട് അറിയരുതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ പറയാൻ കാരണം ഒരു ലേഡി എന്നോട് ചോദിച്ചു, നിങ്ങൾ അനാഥാശ്രമത്തിലെ ഒരു കുഞ്ഞിനെ വളർത്തിക്കൂടെയെന്ന്. വളർത്തുന്നതിന് ഭയങ്കര സന്തോഷമേ ഉള്ളൂ കേട്ടോ. പക്ഷേ അതിന് അതിൻ്റേതായ കുറേ നിയമങ്ങളും കാര്യങ്ങളും ഗവൺമെൻറ് മുഖാന്തരം ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ. നമ്മൾ ഇവനെ വളർത്തുന്ന പോലെ കുറച്ച് ഭക്ഷണം അല്ലെങ്കിൽ നല്ല വൃത്തി അല്ലെങ്കിൽ കുറച്ച് ഡ്രസ്സ് അതൊന്നും അല്ല കുട്ടികൾക്ക് വേണ്ടത്. അവരെ വളർത്തുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഗവൺമെൻറ് മുഖേന അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം അത് പോട്ടെ. പിന്നെ എല്ലാവരും നമ്മൾ സത്യസന്ധതയിൽ കൂടെ ജീവിക്കാൻ നോക്കുക. നമ്മൾ സത്യമായിട്ട് ഉണ്ടാക്കുന്ന കാശ് അവസാനം വരെ ഉണ്ടാവും. കള്ളത്തരത്തിൽ കൂടെ പോകുന്ന ഒക്കെ നമ്മൾ അവസാനം വരെ നിൽക്കില്ല. നമ്മൾ പാടുപെട്ട് ഹാർഡ് ചെയ്യുന്ന ഞങ്ങളിൽ നിന്ന് പഠിച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഹാർഡ് ചെയ്യുന്ന പണം എപ്പോഴും നമുക്ക് നല്ലതിനെ ഉപകരിക്കുള്ളൂ. അത് മരണം അവസാനം വരെ ഉണ്ടാവും. അല്ലാതെ നമ്മൾ കക്കാനോ വേറെ രീതിയിലൊന്നും പോകാൻ നിൽക്കരുത്. ഇപ്പോൾ കുറേ ഇങ്ങനെ നമ്മൾ ന്യൂസുകളിലൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കള്ളത്തരവും കപടതയൊന്നും ഒന്നും നല്ലതല്ല. നമുക്ക് കൊണ്ട് കള്ളത്തരമല്ല, ഇത് സത്യമാണെന്നൊക്കെ പറയാം. പക്ഷെ നമ്മുടെ മുകളിൽ ഒരു ദൈവം ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണടക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നോ പാപം അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പാപം ചെയ്യാനൊന്നും പോകരുത്. അങ്ങനെ പാപം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മറ്റുള്ള ജനറേഷൻ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അതൊന്നും പോകരുത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റാണ് കേട്ടോ. അങ്ങനെ കള്ളത്തരത്തിലോ വേറൊരു ലൈനിലോ ഒന്നും പോയി പൈസ സമ്പാദിക്കാതെ ഹാർഡ് വർക്ക് ചെയ്ത് പൈസ സമ്പാദിക്കാൻ നോക്കണം. അല്ലാതെ നമ്മൾ കള്ളത്തരത്തിൽ കൂടെയൊന്നും പൈസ സമ്പാദിച്ചാൽ ആ പൈസയൊന്നും എന്നും ഉപകരിക്കില്ല കേട്ടോ. അതൊക്കെ പോവും. അതൊക്കെ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്നോ അല്ലെങ്കിൽ എന്താ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കുന്ന സമ്പാദ്യം അത് എന്നും മരണം വരെ നമുക്ക് ഉപകരിക്കും. അതാണ് എൻ്റെ ഫിലോസഫി, അതാണ് കേട്ടോ. നമ്മൾ പോകുന്ന ആ ഫിലോസഫി അതാണ് കേട്ടോ. അപ്പോൾ ആർക്കും എല്ലാവരും നല്ല രീതിയിൽ പോയി കാശുണ്ടാക്കുക, നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക. അല്ലാതെ വേറൊരു രീതിയിൽ പോയിട്ട് ഈ കള്ളത്തരവും കപടതയൊന്നും എന്നും നിൽക്കില്ല കേട്ടോ. അതൊക്കെ വെറുതെ വാഗൊണ്ട് പറയാലേ ചെയ്യാം എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. അത് എന്നെങ്കിലും ഒരു ദിവസമൊക്കെ പുറത്ത് വരുമ്പോൾ ഇതുപോലെ നാണക്കേടും കാര്യങ്ങളും ഒക്കെ വരും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ നല്ല രീതിയിൽ നല്ല വഴി കൂടെ പോകാൻ നോക്കുക, സത്യസന്ധതയിൽ കൂടെ ജീവിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ഭയങ്കര സത്യസന്ധതയാണോ എന്ന് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ കൽക്കട്ടയിലൊക്കെ വന്ന് കഷ്ടപ്പെട്ട് ജീവിച്ച് നമ്മുടെ ഹസ്ബൻഡൊക്കെ രാവും പകലും പണിയെടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ് ഈ വീടും കാര്യങ്ങളും. പിന്നെ നമുക്ക് മക്കളെ 2 പേരെയും ഒരു കൽക്കട്ട ഒരു മെട്രോ സിറ്റിയിൽ നിന്ന് 2 പേരെയും നമുക്ക് പഠിപ്പിക്കണമെങ്കിൽ ട്യൂഷന് ഒരുപാട് ഡബിൾ പൈസ പോകുന്നു. അവരെയൊക്കെ പഠിപ്പിച്ചു, വലുതാക്കി, മുകളിൽ വീട് വെച്ചു. അപ്പോൾ താഴത്തെ വീട് നമുക്ക് കുറച്ച് പെൻഡിങ് വന്നു, അതിപ്പോൾ ശരിയാക്കാൻ പോകുന്നു. നമ്മൾ കള്ളത്തരത്തിൽ കൂടെയൊന്നും പോയി അങ്ങനെയൊന്നും ഉണ്ടാക്കി അതൊന്നും എന്നും നിലനിൽക്കില്ല. നമുക്ക് അത് നല്ലതായിട്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വഴി കൂടെ പോയി എല്ലാം കാശുണ്ടാക്കുക. പിന്നെ നമ്മൾ ലോൺ എടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കടങ്ങളിലേക്കായിരിക്കും വീണ കേട്ടോ. അങ്ങനെയൊന്നും ആരും ലോൺ എടുക്കാൻ നിൽക്കരുത് കേട്ടോ. ലോൺ എടുത്തു കഴിഞ്ഞാൽ കടത്തിന്മേൽ കടം, നമ്മൾ 1 മാസം 2 മാസം അടച്ചില്ലെങ്കിൽ അത് കടത്തിന്മേൽ കടം വന്ന് കൂടുകയൊക്കെ ഉള്ളൂ.
അതൊക്കെ ഒന്ന് വിട്ട് നമുക്കുള്ളതുപോലെ ജീവിക്കാൻ നോക്കുക. അല്ലെങ്കിൽ അടക്കാൻ വരുമാനം ഉണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കുക, അല്ലെങ്കിൽ അത് ഭയങ്കര അടിയായിട്ട് വരും. എനിക്കറിയാമെന്നുള്ള ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ ഗുരുതരമായിട്ട് വരും. അപ്പം കടങ്ങളിൽ നിന്ന് ഒഴിവാകുന്നതാണ് പലതിനും നല്ലത് കേട്ടോ. അപ്പം എൻ്റെ ഒരു ഇത് പേഴ്സണലായിട്ടുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. നമുക്ക് നല്ല രീതിയിലാണ് എല്ലാവർക്കും പോകുന്നതൊക്കെ നല്ലത്. എപ്പോഴും സത്യങ്ങളെ ജയിക്കുള്ളൂ, അല്ലാതെ കള്ളങ്ങൾ നമ്മൾ ഒരിക്കലും ജയിക്കാറില്ല കേട്ടോ. സത്യസന്ധതയിൽ കൂടെ പോകുന്നതാണ് ഏറ്റവും നല്ല ഉത്തമം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് അങ്ങോട്ട് എല്ലാ കള്ളങ്ങളും മൂടി വെച്ച് പുറത്ത് വന്ന് സത്യങ്ങൾ കാണിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെയൊന്നും അവരെ നേരി കാണുന്ന പോലെയോ ഒന്നും ആയിരിക്കത്തില്ല. പുറത്തുള്ളത് അകത്തുള്ളതൊക്കെ ഒക്കെ നമ്മൾ ചകഞ്ഞെടുത്തൊക്കെ വരുമ്പോഴായിരിക്കും അതറിയുന്നത് എന്താണ് അവരുടെ ഉള്ളിൽ, അല്ല എന്താണ് അവരുടെ ഇത് എന്നത്. പക്ഷേ അങ്ങനെ കള്ളത്തരവും ഒക്കെ ചെയ്യുന്നവർക്ക് നമുക്ക് എല്ലാവരെയും നമുക്ക് ഇല്ല എന്ന് പറഞ്ഞാലും മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ ദൈവങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം. ദൈവം ഇല്ല എന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ദൈവങ്ങളുണ്ട്. താൻ പാതി ദൈവം പാതി എന്ന. നമ്മൾ പരിശ്രമിക്കുക, ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ എല്ലാവരും നല്ല വഴി കൂടെ പോയൊക്കെ സത്യസന്ധതയിൽ കൂടെ പോകാൻ നോക്കുക. കൊലപാതകവും അതും ഇതും ലഹരി ഇതൊക്കെ നിർത്തിയിട്ട് നല്ല രീതിയിൽ ഇപ്പം നമ്മൾ ഓരോ അച്ഛനമ്മമാരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത്. ആ ജീവിതവും പോയി, എല്ലാം പോവില്ലേ. അപ്പോൾ അവർക്കും കടമാവില്ലേ. അവരൊക്കെ ലോണൊക്കെ എടുത്തിട്ടായിരിക്കുമല്ലോ ഈ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർക്കും കടങ്ങളിലാവും. അവരുടെ അച്ഛനമ്മമാരുടെ വേദനയൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ആരെയും ചീറ്റിംബാജി ചെയ്യാതിരിക്കുക, അതൊക്കെയാണ് നല്ലത് കേട്ടോ. ചീറ്റിംബാജി ചെയ്യുന്നത് ഭയങ്കര അടിയായിട്ട് വരും. അത് ഭയങ്കര അടിയായിട്ട് വരും. നമുക്ക് കുറച്ച് ദിവസം നല്ലതായിരിക്കാം, പിന്നെ നമുക്ക് ഭയങ്കര ഒരു അടിയായിട്ടായിരിക്കും വരുന്നത്. ഇത് എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. മോനെ ഇഷ്ടപ്പെടുന്ന കുറേ ഫാൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഭയങ്കര ചൂട് വന്നു ഫ്രണ്ട്സ്. മുകളിൽ താഴെ പോട്ടെ. ഇന്ന് അച്ഛൻ അവധിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെക്കണം. പിന്നെ അടുക്കളയിലൊക്കെ ഞങ്ങൾ മസാല ഇടാത്ത ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നത്, എണ്ണ അധികം ഇല്ലാത്ത, ചൂടായത് കാരണം. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുവരേക്ക് ബൈ.